നല്ലതിനെ നല്ലതെന്ന് പറയാൻ ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു പ്രശ്നം. അതിനിരയായതോ ബെന്യാമിൻ. 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് 28-ന് തിയേറ്ററുകൾക്കുള്ളിൽ തീക്കനൽ കോരിയിട്ടത്. 2008-ൽ ഏറെ വിറ്റഴിഞ്ഞ നോവലായ ബെന്യാമിൻ്റെ ആടുജീവിതം ഓരോ താളും മറയുമ്പോഴും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആ ഐറ്റം അത്രയേറെ വികാരഭരിതമായി വായിച്ചു തീർത്തവരോട് അതൊരു കോപ്പിയടിയായിരുന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ആടുജീവിതത്തിൻ്റെ ഓരോ ആരാധകരും. അന്ന് അത്രയേറെ പോപ്പുലറായ ആ നോവൽ സിനിമയാകുന്നത് ചെറിയ പണിയൊന്നുമല്ല. അതിന് പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളും രംഗങ്ങളുമെല്ലാം വായനക്കാർ അവരുടെ ഭാവനയിൽ മുൻപേ കണ്ടിട്ടുണ്ടാകും. സിനിമയും അതിനൊപ്പം എത്തിയില്ലെങ്കിൽ കഷ്ടപ്പാടെല്ലാം വെറുതെയാകും. ഈ ഒരു ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജും ഗോകുലും ബ്ലെസ്സിയും സ്വീകരിച്ച കഷ്ടപ്പാട് തന്നെയാണ് സിനിമയെ ഇത്ര മികച്ചതാക്കി നിർത്തിയിരിക്കുന്നത്. എന്നാൽ എല്ലാത്തിനെയും വിമർശിക്കാനും കുറ്റം കണ്ടെത്താനും മാത്രം കഴിയുന്ന നമ്മൾ സിനിമ ഏതാണ്ട് വിജയം കാണുമെന്ന് ഉറപ്പായപ്പോൾ അന്നിറങ്ങിയ ആടുജീവിതം മറ്റൊരു പുസ്തകത്തിൻ്റെ കോപ്പിയടിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, നജീബ് എന്ന ഷുക്കൂറിന് നോവൽ ഏറെ പരിഹാസത്തിന് അർഹനാക്കിയെന്നുമാണ് വിലയിരുത്തലുകൾ എത്തുന്നത്. ആ നോവലിൽ ഷുക്കൂറിനെ അപമാന പരാമർശങ്ങൾ സൃഷ്ടിച്ചതിന് ജസ്റ്റിസ് ഫോർ ഷുക്കൂർ എന്ന് പറഞ്ഞിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന കുറച്ച് മഹാമനസ്കരും. സഞ്ചാരിയും ഗ്രന്ഥകാരനും പാകിസ്ഥാന്റെ മുൻ UN അംബാസിഡറുമായ മുഹമ്മദ് അസാദിന്റെ ദ റോഡ് ടു മക്ക എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ നിന്നാണ് ബെന്യാമിൻ ഈ കോപ്പിയടി നടത്തിയതെന്നാണ് കണ്ടെത്തലുകൾ. ആടുജീവിതത്തിന് വായനക്കാർ ഏറിയത് അതിൻ്റെ സാഹിത്യം കൊണ്ടല്ല, അത് ശരിയാണ്. ഓരോ പ്രവാസിയുടെയും നമ്മുടെയൊന്നും ചിന്തയിൽ പോലും വരാത്ത യാതനകൾ ആ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടതുകൊണ്ടാണ് ആ പുസ്തകം അത്രയേറെ മികച്ചതായത്. അതാകട്ടെ ഒരാളുടെ പച്ചയായ ജീവിതാനുഭവമാണെന്ന പ്രചാരണത്തോടെയും ആയിരുന്നു. ആടുജീവിതത്തിലെ ഇബ്രാഹിം എൻ്റെ അരികിലിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ നനഞ്ഞ തുണിക്കഷ്ണമുണ്ട്. അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ്. ആർത്തിയോടെ ഞാൻ വായ തുറന്നു. അതിൽ നിന്ന് ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞെണീറ്റു. നാക്കിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ. അവൻ പിന്നെയും എൻ്റെ വായിലേക്ക് തുണിക്കഷ്ണം തിരികെ വെച്ച് തന്നു. അതിൽ നിന്ന് ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു. ഇങ്ങനെ തുടങ്ങിയ ഭാഗം ദ റോഡ് ടു മെക്ക പേജ് നമ്പർ 30-ലുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ ആടുജീവിതം പേജ് നമ്പർ 163-ലെ മരുഭൂമിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരത്ഭുതം പറക്കുന്ന ഓന്തുകളാണ്. ഉച്ചവെയിലിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് കൺമുന്നിലൂടെ എന്തോ ഒരു സുവർണ നിറം മിന്നിമായുന്നത് കാണാം. ജിന്നുകളെ പോലെയോ ഭൂതങ്ങളെ പോലെയാണവ. എവിടേക്കാണെന്നറിയില്ല, പെട്ടെന്നവ അപ്രത്യക്ഷമാകും. തുടങ്ങിയ ഭാഗം ദ റോഡ് ടു മക്കയുടെ 13-ാം പേജിലുള്ളതാണെന്നാണ് ദ റോഡ് ടു മെക്ക വായിച്ചവരോ അത് കേട്ട് പറയുന്നവരോ വിവരിക്കുന്നത്. എന്നാൽ ദ റോഡ് ടു മെക്ക വിവർത്തനം ചെയ്ത MN കാരശ്ശേരി പറയുന്നത് രണ്ടും തമ്മിൽ ബന്ധമില്ലെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടുകാർക്ക് മുഹമ്മദ് അസാദി ആടുജീവിതം വായിച്ചിട്ട് ഇവ തമ്മിൽ സാമ്യമില്ല എന്ന് പറഞ്ഞാലും അവർ തമ്മിൽ ഒത്തുകളിയാണെന്ന് പറഞ്ഞു വെക്കും നമ്മൾ മലയാളികൾ. അതുമാത്രമോ, നോവലിൽ പറയുന്നത് ആടുകളുമായി ലൈംഗികപരമായി ബന്ധപ്പെട്ടുവെന്നത് ഷുക്കൂറിനെ വിഷാദത്തിലാക്കി നാട്ടുകാർ ആ മനുഷ്യനെ ചെന്ന് കളിയാക്കി എന്നൊക്കെയാണ് ഷുക്കൂറിന് ജസ്റ്റിസ് വേണമെന്ന മുദ്രാവാക്യങ്ങളുടെ പിന്നാമ്പുറം. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു നോവൽ എഴുതുമ്പോൾ, അയാളുടെ അറിവോടെ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ളതും ഉൾപ്പെടുത്തുമെന്ന് എഴുത്തുകാരൻ പറയാതിരിക്കുമോ? ഇനി അത് സിനിമയിലേക്ക് എത്തുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംവിധായകൻ എഴുത്തുകാരനോട് സംസാരിക്കാതിരിക്കുമോ? ആ മനുഷ്യന് ഇതിലൊരു പ്രശ്നവുമില്ല. ഈ ഷുക്കൂർ അല്ലെങ്കിൽ ഇത്തരത്തിൽ അകപ്പെട്ടു പോയ മറ്റൊരു ഷുക്കൂർ അതിന് മുതിർന്നിട്ടുണ്ടാകാം. നാം അനുഭവിക്കാത്ത കഥകൾ ഒക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന അതിൻ്റെ ടാഗ് ലൈൻ വെറുതെയല്ല. ചില അനുഭവങ്ങൾ അങ്ങനെയാണ്, വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും കഴിയാത്തത്. എന്നാൽ അത് അനുഭവിച്ചവന് മാത്രമായിരിക്കും ആ വേദനയുടെ ആഴം അറിയുക. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവത്തെ ആസ്പദമാക്കി നോവലോ കഥയോ എഴുതുമ്പോൾ അയാളുടെ മുഴുവൻ അനുഭവം അതിൽ ഉൾക്കൊള്ളിക്കണമെന്നോ ചിലത് കൂട്ടിച്ചേർക്കണമെന്നോ ഉള്ളത് അയാളുടെ അനുവാദപ്രകാരം എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. എല്ലാ നോവലും സത്യമാണെന്ന് അറിഞ്ഞിട്ടാണോ ആസ്വദിക്കുന്നത്? എല്ലാ സിനിമയും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി കണ്ടിട്ടാണോ കണ്ണു നിറയുന്നത്? കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അത്? ദ റോഡ് ടു മക്കയുമായി സാമ്യം തോന്നിയത് കൊണ്ട് ബെന്യാമിൻ്റെ എല്ലാ നോവലുകളും പരിശോധിച്ച് കപടമുഖത്തെ പുറത്തു കൊണ്ടുവരണമെന്ന ഘോര ഗർജനവും ആടുജീവിതം വായിച്ച് സമയം കളഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. ആരോ ഒരാൾ ദ റോഡ് ടു മെക്ക വായിച്ചു, എന്തോ ഒരു സാമ്യം തോന്നി. ആടുജീവിതം എന്ന ബുക്ക് പോലും കാണാത്തവർ വിമർശനവും ആരംഭിച്ചു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്ന അതേ രീതിയിൽ വിമർശനം വീണ്ടും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇത്തവണയും ഇതിലൊരു രാഷ്ട്രീയ ചുവയില്ലേ? ഇല്ല എന്ന് പറയാൻ തെളിവില്ലാത്തത് കൊണ്ട് ശരിക്കൊന്ന് ആലോചിച്ചിട്ട് വിമർശനത്തിനിറങ്ങിയാൽ പോരെ?